ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ദേവസഞ്ജിതമപ്യന്തേ കൃമിവിഡ്ഭസ്മസഞ്ജിതം ഭൂതധൃക് തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. നമ്മൾ ശ്രീ നാരദ മഹർഷിയുടെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവസഞ്ജിതമപ്യന്തേ, ദേവസഞ്ജിതം അപി അന്തേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദേവസഞ്ജിതമപ്യന്തേ. ദേവസഞ്ജിതം എന്ന് പറഞ്ഞാൽ ദേവൻ എന്ന പേരുള്ളതായിട്ടുള്ള, അപി എന്ന് പറഞ്ഞാൽ എങ്കിലും, അങ്ങനെ പേരുള്ളതാണെങ്കിലും, അന്തേ അവസാനത്തിൽ, കൃമിവിഡ്ഭസ്മസഞ്ജിതം പുഴു അത് പിന്നീട്, അതായത് ആ അവസാനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാക്ഷാൽ ദേവേന്ദ്രൻ അല്ലെങ്കിൽ ദേവൻ എന്ന് തന്നെ പേരുള്ളതാണെങ്കിലും ഈ ശരീരത്തിൻ്റെ യാത്രയുടെ അവസാനത്തിൽ അത് പുഴുവെന്നോ അല്ലെങ്കിൽ മലമെന്നോ, ഇനി അതുമല്ലെങ്കിൽ ഭസ്മസഞ്ജിതം, ഭസ്മമെന്നോ ചാമ്പലെന്നോ ഒക്കെ പേരുള്ളതായി ഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ശരീരം നശ്വരമാണ്. അതിൻ്റെ യാത്രയുടെ അവസാനത്തിൽ അത് ഏതെങ്കിലുമൊക്കെ കൃമികൾക്കൊന്നുകിൽ ഭക്ഷണമായി തീരും, അതുമല്ല എന്നിട്ട് അത് മലമായി പുറത്തു പോകുന്നു, ഇനി അതുമല്ലെങ്കിൽ കുറേ ചാമ്പലായി പോകുന്നു. അപ്പോൾ നോക്കൂ, ഈ ദേഹം ഇന്ന് ഈ ദേഹത്തിന് എന്ത് പേരിട്ടാലും അതിനാത്യന്തികമായി ഈ ഒരു യാത്രയുടെ അവസാനത്തിൽ അതിന് വരുന്ന പേര് ഒന്നുകിൽ കൃമിയെന്നോ അല്ലെങ്കിൽ മലമെന്നോ ഭസ്മമെന്നോ ഒക്കെ ആയിത്തീരുന്നു. ഭൂതധൃക് തത്കൃതേ സ്വാർത്ഥം. ഭൂതധൃക്ക്, ഭൂതങ്ങളെ ദ്രോഹിക്കുന്നവൻ, മറ്റു പ്രാണികളെ ദ്രോഹിക്കുന്നവന്, തത്കൃതേ ആ കർമ്മത്തിനു വേണ്ടി, സ്വാർത്ഥം തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് കരുതിക്കൊണ്ട്, കിം വേദ നിരയോ യതഃ. കിം വേദ, വേദ എന്നാൽ അറിയുക, കിം വേദ ആരറിയുന്നുവോ, നിരയോ, നിരയഃ എന്ന് പറഞ്ഞാൽ നരകം, യതഃ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്ന്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ദേഹത്തിന് ദേവനെന്ന് പേരുണ്ടായിരുന്നാലും ആ ദേഹം അതിൻ്റെ പ്രയാണത്തിൻ്റെ അവസാനത്തിൽ അത് ഏതെങ്കിലുമൊക്കെ കൃമികൾക്ക് ഭക്ഷണമായി മാറാം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ഈ ശരീരം പിന്നീട് മലമായി, ആ കൃമികളുടെ മലമായി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇനി അതുമല്ലെങ്കിൽ അത് ചാമ്പലായി മാറിയെന്നിരിക്കാം. അപ്പോൾ ഇന്ന് ദേവനെന്ന്, സാക്ഷാൽ ദേവനെന്ന് തന്നെ പേര് വെച്ചിരുന്നാലും ഈ ശരീരത്തെ ഈ യാത്രയുടെ അവസാനം അറിയപ്പെടുക ഒന്നുകിൽ കൃമിയെന്നോ ഭസ്മമെന്നോ മലമെന്നോ ഒക്കെയായി മാറുന്നു. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റു പ്രാണികളെയൊക്കെ ദ്രോഹിക്കുന്നവൻ, ഈ ദേഹത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി
മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവൻ. അവൻ എന്തറിയുന്നു? കാരണം ഇങ്ങനെയുള്ള കർമ്മം കൊണ്ട് കിട്ടുക ഇതുപോലെയുള്ള ഹീനകർമ്മങ്ങളിൽ നിന്നും ലഭിക്കുക നരകമാണെന്ന്. ഇങ്ങനെയുള്ളവൻ എങ്ങനെയാണ് അറിയുക? തൻ്റെ ദേഹാഭിമാനം നിമിത്തം ഇവിടെ പരദ്രോഹം ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത കൂടുതലാണ്. നമുക്ക് ഇന്ന് ഈ കലികാലത്തിലും മറ്റും മനുഷ്യരെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ദ്രോഹിച്ച് നേടുന്ന ഈ ദേഹം പോലും ഒടുവിൽ കൃമിയോ ഭസ്മമോ മലമോ ഒക്കെയായി മാറേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദേഹത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് താൻ ചെയ്തു കൂട്ടുന്ന ഈ ഹീനകർമ്മങ്ങൾ, മറ്റു പ്രാണികളെ വേദനിപ്പിക്കൽ, ദ്രോഹിക്കൽ, ഇവയൊക്കെ തനിക്ക് വച്ചിരിക്കുന്നത് നരകമാണ്, ദുഃഖമാണ് എന്ന് തിരിച്ചറിയാത്തവരാണ് ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ സത്യം തിരിച്ചറിഞ്ഞാൽ അല്പമെങ്കിലും വിവേചന ബുദ്ധിയുള്ളവൻ, ബുദ്ധി നേരായി ചരിക്കുന്നവൻ ഈ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ സ്വാർത്ഥ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയില്ല. അപ്പോൾ ഇത്തരം ദ്രോഹപ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ തൻ്റെ സുഖത്തിനു വേണ്ടി ഈ ലോകത്തെ ഉപയോഗിക്കാനും തയ്യാറാവുകയില്ല. അതായത് അവിവേകം കാട്ടുകയില്ല എന്നർത്ഥം. അപ്പോൾ ഈ കുബേരപുത്രന്മാരോട് അവർ ചെയ്ത ഹീനപ്രവൃത്തിയുടെ ഓരോരോ മുഖങ്ങളായി കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചെയ്തതൊക്കെ ഭഗവാന്റെ സാക്ഷാൽ രുദ്രൻ്റെ സേവകരായിരുന്നിട്ട് പോലും അജ്ഞാനം നിമിത്തമാണ് തൻ്റെ ശരീരത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ട മദ്യപാനത്തെയും ഇതുപോലെയുള്ള ജലക്രീഡകളെയും സ്ത്രീകളെയും ഒക്കെ ആശ്രയിച്ചത്, അല്ലെങ്കിൽ അത് തേടിപ്പോയത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ചെയ്ത അവിവേക കർമ്മത്തെ ഒന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീ നാരദ മഹർഷി ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ദേവസജ്ഞിതമപ്യന്തേ കൃമിവിഡ്ഭസ്മസജ്ഞിതം ഭൂതധൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേവസജ്ഞിതമപ്യന്തേ, അപി അന്തേയാണ്. അപ്പോൾ മായ്ക്കും പ്യ എന്ന അക്ഷരത്തിനും അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ യതഃ, അവിടെ വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ദേഹ കിമന്നധാതുസ്വം നിഷേക്തുർമാതുരേവ ച മാതുഃ പിതുർവാ ബലിനഃ ക്രേതുരഗ്നേശുനോപി വാ. ദേഹ കിമന്നധാതു, ദേഹ കിം അന്നധാതുഹു, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കിം അന്നധാതുഹു. ദേഹ എന്ന് പറഞ്ഞാൽ ഈ ദേഹം, ശരീരം. കിം, ആരുടെ? അന്നധാതുഹു, അന്നം തന്നവരുടെയോ, സ്വം അല്ല തൻ്റെ തന്നെയോ, നിഷേക്തുർമാതുരേവ, നിഷേക്തുഹു മാതുഹു ഏവ, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് നിഷേക്തുർമാതുരേവ. നിഷേക്തുഹു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റേത്. നിഷേകം എന്ന് പറയുന്ന ഗർഭാധാനം ചെയ്തവൻ്റേതോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റേതോ, അതുമല്ല
മാതുഹു ഏവച മാതാവിൻ്റേതോ, മാതുഃ പിതുർവാ ബലിന മാതുഃ പിതുഃ വാ അമ്മയുടെ അച്ഛൻ്റേതോ, ബലിനഹ നല്ല ബലശാലിയായിട്ടുള്ള, കേതുരഗ്നേ ക്രേതുഹു അഗ്നേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്രേതുരഗ്നേ. ക്രേതു എന്ന് പറഞ്ഞാൽ വാങ്ങിയത്, അഗ്നേ എന്ന് പറഞ്ഞാൽ അഗ്നിയുടേതോ, അപ്പോൾ അഗ്നിയുടെയാണോ? ഇല്ല, ക്രേതുഹു വില കൊടുത്ത് വാങ്ങിയവരുടേതാണോ? ശുനോപി വാ ശുനഹ അപി വാ, ഇങ്ങനെ ശുനോപി, ശുനകൻ എന്ന് പറഞ്ഞാൽ നായ, ഇല്ല നായയുടെ ഇത് ആണോ? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, തൻ്റെ ഈ ശരീരം, താൻ അഭിമാനം വെച്ചു പുലർത്തിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരം, ആദ്യമേ ദേഹത്തിൻ്റെ ശരീരം നശിക്കുന്നതാണ് എന്ന് ശ്രീ നാരദ മഹർഷി ഒന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറയാണ്, ഈ ശരീരം ഇത് ആരുടേതാണ്? നിനക്ക് അന്നം തന്ന് വളർത്തിയവരുടേതാണോ? അതല്ല നിന്റെ സ്വന്തമാണോ? അതുമല്ല അച്ഛൻ്റെയാണോ? അമ്മയുടേതാണോ? മുത്തച്ഛൻ്റെയാണോ? അതായത് അമ്മയുടെ അച്ഛൻ്റെയാണോ? ബലശാലിയായിട്ടുള്ള മറ്റാരുടെയെങ്കിലുമാണോ? നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ആ ആരിൽ നിന്നാണോ നിന്നെ വില കൊടുത്ത് വാങ്ങിയത് അവരുടേതാണോ? ഇനി അതുമല്ല അഗ്നിയുടേതാണോ? അവസാനം നിന്റെ ശരീരം കൊണ്ടുവന്നേൽപ്പിക്കുന്നത് ഈ അഗ്നിദേവനെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അഗ്നിയുടേതാണോ? ഇനി അതുമല്ല, ഇതൊന്നുമല്ലെങ്കിൽ ശരീരം പതിച്ചു കഴിയുമ്പോൾ നായ്ക്കൾ കടിച്ചു കീറുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ശുനകൻ്റേതാണോ? നീ നിൻ്റേതെന്ന് കരുതി ദേഹാഭിമാനം കൊണ്ട് നീ ഈ കാട്ടിക്കൂട്ടുന്ന കാമകേളികളൊക്കെ നിന്റെ സ്വത്തിനെയാണോ നീ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് നിൻ്റേതല്ല എന്നറിയുക എന്ന് പരോക്ഷമായി പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീ നാരദ മഹർഷി. അതായത് വിലയേറിയ ഒരു ശ്രേഷ്ഠമായ ഒരു മനുഷ്യജീവിതം കിട്ടിയിട്ട് ഈ സത്യത്തെയൊക്കെ അറിയാതെ നീ ഈ ദേഹത്തിൽ, ഈ ദേഹം എൻ്റേതാണെന്നും ഈ ദേഹത്തിൻ്റെ സുഖം എൻ്റെ സുഖമാണെന്നുമൊക്കെ ധരിച്ച് വിവശനായി നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ ശരീരം ആരുടേതാണ്? നിനക്ക് അന്നം തന്നത് എന്ന് പറയുമ്പോൾ ആ അന്നം ഉണ്ടാക്കാൻ ഒരുപാട് കർഷകരുടെ പ്രയത്നമുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയ അന്നം കൊണ്ടുണ്ടായ നിന്റെ ഈ ശരീരത്തിന് അവരാണോ അവകാശികൾ? അല്ല, വളരെ സൂക്ഷ്മരൂപത്തിൽ നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാവിനോ പിതാവിനോ ആണോ? ഇനി അതുമല്ലെങ്കിൽ നിന്റെ മുത്തച്ഛനാണോ? കാരണം നിനക്ക് മാതാപിതാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് നേരായ വഴി കാണിച്ചു തന്നേനെ. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭാവം ആണ് നിൻ്റെ ഈ ദുർസ്വഭാവം എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെയാണ്. അപ്പോൾ അവരുടേതാണോ ഇത്? ഇനി അതുമല്ല, നിന്നെ മറ്റാരിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നിന്നെ വിറ്റതാരാണോ അവരുടേതാണോ നിന്റെ ഈ ശരീരം? ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടാവുന്ന ഈ ദേഹം കടിച്ചു മുറിക്കുന്ന
നായ്ക്കളുടേതാണോ ഈ ശരീരം? നീ അപ്പോൾ ഏത് ദേഹത്തിലാണ് നീ ഈ ദേഹാഭിമാനം വെച്ചുകൊണ്ട് നീ അതിൻ്റെ സുഖത്തിനായി പ്രയത്നിക്കുന്നത്? ശരിക്കും നിന്റെ ഈ ശരീരത്തിൻ്റെ അവകാശികൾ ആരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണിവിടെ ശ്രീ നാരദ മഹർഷി ആ കുബേരപുത്രന്മാരോട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദേഹ കിമന്നധാതുസ്വം നിഷേക്തുർമാതുരേവ ച മാതുഃ പിതുർവാ ബലിനഃ ക്രേതുരഗ്നേ ശുനോപി വാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദേഹ കിമന്നധാതു, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് കിം അന്നധാതു. കിം അന്നധാതു ആണ് മായ്ക്ക് ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത നിഷേക്തുർമാതുരേവച, അമ്മ കൂട്ടക്ഷരമാണ്. താഴെ മാതു ബലിന ക്രേതുരഗ്നേ, മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ശുനോപി, ഓകാരം നീട്ടിയെടുക്കുക. അവിടെ വിശ്ലേഷണമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. ഏവം സാധാരണം ദേഹമവ്യക്ത പ്രഭവാപ്യയം കോ വിദ്വാൻ ആത്മസാത് കൃത്വാ ഹന്തി ജന്തൂൻ ഹൃദേ സദാ. ഇവിടെ പറയാം ഏവം സാധാരണം. ഏവം ഇപ്രകാരം, സാധാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശമുള്ളതായിട്ടുള്ള ഈ ശരീരം, ഇത് നിന്റെ സ്വകാര്യ സ്വത്തല്ല, ഇതിന് പലരവകാശികളാണ്. അങ്ങനെയുള്ള ദേഹം അവ്യക്ത പ്രഭവാപ്യയം, ദേഹം അവ്യക്ത പ്രഭവാപ്യയം. ദേഹം എന്ന് പറഞ്ഞാൽ ഈ ശരീരം. അപ്പോൾ പലർക്ക് ഇതുപോലെ അവകാശമുള്ളതായിട്ടുള്ള ഈ ദേഹം അവ്യക്ത പ്രഭവാപ്യയം, അവ്യക്തത്തിൽ നിന്നും ഉണ്ടായതാണ്. തന്നെയുമല്ല അവ്യക്തത്തിൽ തന്നെ ലയിക്കുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ അവ്യക്തത്തിൽ നിന്നുമുണ്ടായ, നിന്റെ ജനനത്തിന് മുൻപ് ഇതെവിടെയായിരുന്നു ഈ ശരീരമൊക്കെ? നിന്റെ മരണശേഷം ഈ ശരീരം എങ്ങോട്ടേക്കാണ് ഇത് ലയിച്ചു ചേരുന്നത്? എല്ലാം അവ്യക്തമാണ്. അവ്യക്തത്തിൽ നിന്നുണ്ടായതും അവ്യക്തത്തിൽ ലയിച്ചു ചേരുന്നതുമായിട്ടുള്ള എല്ലാവർക്കും അവകാശമുള്ളതായിട്ടുള്ള ഈ ശരീരം കോ വിദ്വാനാത്മസാത് കൃത്വ. കഹ എന്ന് പറഞ്ഞാൽ ആര്? വിദ്വാൻ ആത്മസാത് കൃത്വ, വിദ്വാൻ ആത്മസാത് കൃത്വ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവന്, തിരിച്ചറിവുള്ളവൻ. ആത്മസാത് കൃത്വ, താനായി തന്നെ ഒരു കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഹന്തി ഹനിക്കും. എന്താ? ജന്തൂൻ ഹൃദേ സതഹ, ജന്തൂൻ ഹൃദേ അസതഹ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജന്തൂൻ ഹൃദേ സതഹ. ജന്തൂൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജന്തുക്കളെ, പ്രാണികളെ. അസതഹ ഹൃദേ അസതഹ എന്ന് പറഞ്ഞാൽ മൂഢന്മാരെയൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ വെറും മൂഢനല്ലാതെ വിവരമുള്ള ആരെങ്കിലും മറ്റു പ്രാണികളെയൊക്കെ ഹനിക്കുമോ? അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയാൽ മതി. താന് മറ്റുള്ളതിനെയൊക്കെ ഹനിക്കുവാൻ നടക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത്
തൻ്റെ ദേഹത്തിൽ അഭിമാനം പൂണ്ട് നടക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളതൊക്കെ നിസ്സാരമെന്നും തനിക്ക് താൻ എല്ലാം തികഞ്ഞവനാണെന്നും തൻ്റെ ദേഹാഭിമാനത്തിൽ മതിച്ചു നടക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. ഈ ദേഹം എന്താണെന്നും ഇത് അവ്യക്തത്തിൽ നിന്നുമുണ്ടായി അവ്യക്തത്തിൽ ലയിക്കുന്ന ഒന്നാണെന്നും തിരിച്ചറിയുന്ന വിവേകികൾ ഒരിക്കലും മറ്റുള്ള പ്രാണികളെ നിന്ദിക്കുകയോ നിഷേധിക്കുകയോ വേദനിപ്പിക്കുകയോ ഹിംസിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ അസതഹൃദയ മൂഢന്മാരല്ലാതെ മറ്റാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക? അവിടെ ആ കുബേരപുത്രന്മാർ ചെയ്ത കർമ്മത്തിൻ്റെ മൂഢത്വം, അവർ ഒട്ടും അറിവില്ലാത്തവരാണ്, വേണ്ട അറിവ് നേടിയിട്ടില്ലാത്തവരാണ്. ഇത്ര നാളും ഭഗവത് സേവ ചെയ്തിട്ട് പോലും ആ പരമശിവന്റെ സേവകരായി ജീവിച്ചിട്ടും വേണ്ട അറിവ് നേടാതെ ബാഹ്യമായ സേവകളിൽ ഒതുങ്ങിപ്പോയവരാണ്. ആത്മീയമായി ശരിയായ ജ്ഞാനം ലഭിക്കാതെ വേണ്ട ഉയർച്ച, സാംസ്കാരികമായ ആത്മീയമായ ഉയർച്ച നേടിയിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ മൂഢത്വം കാണിച്ചത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം സാധാരണം ദേഹമവ്യക്ത പ്രഭവാപ്യയം കോ വിദ്വാൻ ആത്മസാത് കൃത്വാ ഹന്തി ജന്തൂൻ ഹൃദയേ സദഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഹം അവ്യക്തപ്രഭവാപ്യയം. ദേഹം അവ്യക്തപ്രഭവാപ്യയമാണ്. അതുകൊണ്ട് തന്നെ ദേഹം അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് വിദ്വാനാത്മസാത് കൃത്വ. വിദ്വാൻ ആത്മസാത് കൃത്വ ആണ്. അതുകൊണ്ട് നായ്ക്ക് അകാരം നീട്ടിയെടുക്കുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ജന്തൂൻ ഹൃദയേ സദഃ. ജന്തൂൻ ഹൃദയാണ്. അവിടെ ജന്തൂൻ ഹൃദയേ സദഃ വിശ്ലേഷണമുണ്ട്. അസദഃ ആണ് എകാരം നീട്ടിയെടുക്കുക. അതുപോലെ വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കാനും ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.